ഹലോ, വെൽക്കം ബാക്ക്. സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ സ്കെയിൽ ഒന്ന് എസ്തെറ്റിക് ആക്കിയാലോ? പുതിയ സ്കെയിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരച്ചിലൊന്നും ഇല്ലാത്തത് കേട്ടോ. പഴയതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കളർ പേപ്പറാണ് കേട്ടോ. ഒരു പേസ്റ്റൽ കളർ പേപ്പേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ നല്ല ഭംഗിയുള്ളതും കാണാൻ മാച്ച് ആയിട്ടുള്ള കളർ പേപ്പേഴ്സ് നോക്കിയെടുക്കുക. അതിലേക്ക് 5 പെറ്റിലുള്ള പൂവ് വരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്ക് വേണ്ട ആ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. ആദ്യം ഒരു റൂൾ പെൻസിലും കൊണ്ട് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ എടുക്കുക. എന്നിട്ട് അത് മായ്ച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഗ്ലിറ്റർ ഗോൾഡൻ പെന്ന് കൊണ്ടാണ് അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ബാക്കിയുള്ള പേപ്പറുകളിലും വരച്ചു കൊടുത്ത് വെട്ടിയെടുക്കുക. ഗ്ലിറ്റർ പെന്ന് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഫ്ലവറായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ലീഫിൻ്റെ ഒരു മോഡൽ വരച്ചു കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ 2ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. അതിലേക്ക് ലീഫ് വരച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അത് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുത്തു. അപ്പം നമുക്കതിൽ നിന്ന് 4 ലീഫ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ എത്ര ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് ലീഫും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ സ്കെയിലാണെങ്കിൽ ചെറിയ സ്കെയില്, അപ്പോൾ ലീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിലും ചെറുത് വേണം. തീരെ ചെറുതാണ്, കയ്യിൽ പിടിക്കാനും കൂടി പറ്റണില്ല. അതൊക്കെ ഒന്ന് വിടർത്തിയെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത്. എന്നാലും സാരമില്ല. ഗ്ലിറ്റർ പെന്ന് കൊണ്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ നമുക്കൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സും ലീഫും ഒക്കെ ഈ സ്കെയിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സ്കെയിലൊന്ന് മറിച്ച് വെക്കണം കേട്ടോ. മറിച്ച് വെക്കുമ്പം അതിൻ്റെ മുകളിൽ അതിന് ബൾജായിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാണ്ട് അപ്പുറത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗമായിരിക്കും. ആ ഭാഗം വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ഫ്ലവർ വെച്ച് കൊടുക്കുമ്പോൾ കമത്തി വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം അപ്പുറത്തെ സൈഡിലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല ഭാഗം വരുന്ന രീതിയിൽ ഫ്ലവർ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഭാഗം എന്നത് ഉദ്ദേശിച്ചത് നമ്മൾ ഗ്ലിറ്റർ പെന്ന് കൊണ്ട് വരച്ചു കൊടുത്തില്ലേ, ആ ഒരു ഭാഗം കേട്ടോ. ഓരോ ഫ്ലവേഴ്സും അതിൻ്റെ ഒപ്പം ആ ചെറിയ ലീഫുകളും ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് ഒട്ടിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ സെല്ലോ ടേപ്പ് പതുക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അടുത്ത ഫ്ലവർ വെക്കാനായിട്ട് സെല്ലോ ടേപ്പ് ഇതുപോലെ ബാക്കിലേക്ക് വെച്ചാൽ മതിയാവും. എന്നിട്ട് അടുത്ത ഫ്ലവർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, വീണ്ടും ഒട്ടിക്കുക. അങ്ങനെ ആ സ്കെയിലിൻ്റെ അറ്റം വരെ എത്തിക്കുക കേട്ടോ. പിന്നെ സെല്ലോ ടേപ്പ് എടുക്കുമ്പം നമ്മുടെ സ്കെയിലിൻ്റെ അതേ രീതിയിലുള്ള സെല്ലോ ടേപ്പ് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഞാനിവിടെ പർപ്പിള്, പിങ്ക്, അതുപോലെ ഡീപ്പ് യെല്ലോ ഈ കളറുകൾ ഫ്ലവേഴ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ വളരെ ശ്രദ്ധിച്ച് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണം. അതിൻ്റെ ഉള്ളിലേക്ക് എയർ ബബിൾ ഒന്നും വരാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്കെയിലിൻ്റെ ഭംഗി പോവും. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞ് ബാക്കി നിൽക്കുന്ന സെല്ലോ ടേപ്പിൻ്റെ ഭാഗമില്ലേ, അതൊക്കെ കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കളയണം കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞു. പക്ഷെ എന്തോ ഒരു കുറവില്ലേ ചെറുതായിട്ട്. ഞാൻ ഒരു കാര്യം മറന്നു. ആ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നതിന് മുന്നേ അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒട്ടിച്ച് പോയത് കൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽക്കൂടെ വൈറ്റ്നർ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വന്നെടുത്ത് ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എസ്തെറ്റിക് ആയിട്ടുള്ള സ്കെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങൾ ഈ ഫ്ലവർ ഒട്ടിക്കുന്നതിന് മുന്നേ അതിൻ്റെ സെൻറ്ററിൽ ആ ഡോട്ട് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ അടിപൊളി ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.